പതിവ് പോലെ അവൻ ഓഫീസിലേക്ക് ഇറങ്ങി. ഇന്നലെ രാത്രി അവളുമായി സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവന് തോന്നിയിരുന്നു. അതൊന്നും കാണിക്കാതെ തന്നെ ഇന്ന് അവളെ വാച്ച് ചെയ്യാം എന്ന് കരുതി അവൻ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് എന്ന മട്ടിൽ ഇറങ്ങി. പക്ഷേ അവൻ ഓഫീസിലേക്ക് പോകുന്ന വഴി അവളെ കാത്തുനിന്നു. അവൾ ഇന്നലെ ഇറങ്ങിയ അതേ ടൈം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ. അവൻ്റെ ഊഹം ഒന്നും തെറ്റിയില്ല. ഉച്ചയായപ്പോൾ തന്നെ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി. ഒരു ഓട്ടോ പിടിച്ചാണ് അവൾ പോകുന്നത്. അവൻ അവളെ ഫോളോ ചെയ്തു. അവൻ ഫോളോ ചെയ്യുമെന്ന് അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവൾ ഒന്നും അറിയാതെ തന്നെ ഓട്ടോയിൽ പോയി. ബാങ്കിലേക്ക് തന്നെയായിരുന്നു അവളുടെ പോക്ക്. അപ്പോഴും അവൻ്റെ സംശയങ്ങൾ അങ്ങനെ തന്നെ നിന്നു. ഇന്നലെയും അവൾ ബാങ്കിലേക്ക് പോയി. ഇന്നും അവൾ പതിവ് പോലെ ബാങ്കിലേക്ക് തന്നെ. എന്താണ് അവൾക്ക് ബാങ്കുമായുള്ള ഇടപാട് എന്ന് ആലോചിച്ച് അവൻ കുറെ നേരം നിന്നു. ബാങ്കിലേക്ക് പോയി ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവൾ തിരിച്ച് എത്തുകയും ചെയ്തു. അതേ ഓട്ടോയിൽ തന്നെ അവൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ കിടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവൻ എത്തുന്നതിലും നേരത്തെ തന്നെ വീട്ടിലേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു. കാരണം ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ അവളെ തേടി വരും എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം അവൻ എത്തുന്നതിന് മുന്നേ തന്നെ അവൾ എത്തിയിരുന്നു. പതിവ് പോലെ അവൻ ഓഫീസിൽ നിന്നും വരുന്നത് പോലെ തന്നെ കാണിച്ചു നേരെ വീട്ടിലേക്കെത്തി. അവൾ എന്താണ് ബാങ്കിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം അവളോട് ചോദിക്കാം എന്ന് അവൻക്കുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട എന്ന് അവൻ്റെ മനസ്സ് തന്നെ പറഞ്ഞു. നാളെയും ഇത് അതുപോലെ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ എന്തായാലും അതിനൊരു ക്ലാരിറ്റി വേണമെന്ന് അവൻ മനസ്സിൽ കരുതിയിരുന്നു. ഏട്ടാ എന്നുള്ള ഒരു എളിമയുടെ ശബ്ദം അവൻ്റെ അടുത്ത് നിന്നും അവൻ കേട്ടു. നാളെ ഓഫീസ് ഉണ്ടോ? ഉണ്ടല്ലോ, നാളെ വർക്കിംഗ് ഡേ അല്ലേ, സൺഡേ ഒന്നും ഇല്ലല്ലോ. എന്താ നീ ചോദിക്കാൻ കാരണം? അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഏട്ടാ, ഞാൻ വെറുതെ ചോദിച്ചതാ. അതല്ലല്ലോ, എന്തോ ഉണ്ടല്ലോ, പറ എന്താ? അതേട്ടാ, ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. എനിക്ക് മെൻസസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ? അപ്പോൾ അവൻ പറഞ്ഞു, നീ അമ്മയോട് ചോദിച്ചോ? അവൾ പറഞ്ഞു, ഇല്ല, ഏട്ടനോട് ചോദിച്ചിട്ട് അമ്മയോട് ചോദിക്കാം എന്ന് കരുതി. എന്നാ നീ പോയി 2 ദിവസം നിന്നോ, ഞാൻ അമ്മയോട് പറയാം. ഞാൻ നാളെ ലീവ് എടുക്കാം, നമുക്ക് ഒരുമിച്ച് പോകാം. അവൾ ഓക്കെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായി. അവളുടെ വീടെത്തിയതും സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് അവൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവനൊന്നും അവളോട് തുറന്ന് സംസാരിച്ചില്ല. ചിലപ്പോൾ അവൻ അവളെ വെറുതെ സംശയിക്കുകയായിരിക്കും എന്ന് അവൻ്റെ മനസ്സ് അവനോട് പറഞ്ഞു. അങ്ങനെ അവൾ തിരിച്ചു വീട്ടിലെത്തി. പതിവ് പോലെ ഓഫീസിലേക്ക് പോകാനായി അവൻ ഒരുങ്ങുകയും ചെയ്തു.